അമേരിക്കയുടെ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പൽ USS ജോർജ് ബുഷ് ഗൾഫിലേക്ക് വെർജീനിയയിൽ നിന്ന് പുറപ്പെട്ട കപ്പലിലുടൻ ഇറാൻ തീരത്ത് നങ്കൂരമിടുമെന്ന് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അബ്രഹാം ലിങ്കൺ, ജെറാൾഡ് ആർ ഫോർഡ് വിമാനവാഹിനി കപ്പലുകൾക്ക് നേരെ ഇറാൻ സേന നേരത്തെ ആക്രമണം നടത്തിയിരുന്നു. MCA നാസർ ചേരുകയാണ് വിവരങ്ങളുമായി. MCA, ഇതിപ്പോൾ ഒരു വശത്ത് സമാധാന ചർച്ചകൾ നടക്കുന്നുവെന്ന് അമേരിക്ക പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഒരു പുതിയ യുദ്ധക്കപ്പൽ കൂടി, ഒരു വിമാനവാഹിനി കപ്പൽ കൂടി ഇറാൻ തീരത്തെ ലക്ഷ്യമാക്കി നീങ്ങുന്നത്. ഒരു വശത്ത് സമാധാനമുണ്ട് എന്ന് പറയുമ്പോൾ മറുവശത്ത് യുദ്ധം കടുപ്പിക്കാൻ തന്നെയാണോ അമേരിക്ക ഈ നിലപാടെടുക്കുന്നത്? ഉമേഷ്, അങ്ങനെ വേണം ചിന്തിക്കാൻ. കാരണം വളരെ ശക്തമായിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് തുടരുന്നത്. കൂടുതൽ ഏതാണ്ട് ഒരു 10,000 സൈനികരെ പുതുതായിട്ട് മേഖലയിൽ വിന്യസിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. അതിൻ്റെ അതേ സമയത്ത് തന്നെയാണ് ഇപ്പം പാകിസ്ഥാൻ, ഈജിപ്ത്, അതോടൊപ്പം തന്നെ തുർക്കി, ഈ 3 രാജ്യങ്ങൾ ചേർന്നുള്ള ഇറാനും അമേരിക്കയുമായിട്ടുള്ള ആശയവിനിമയം തുടരുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഇറാന്റെ വിവിധ കേന്ദ്രങ്ങളിൽ, അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങളിൽ, അതോടൊപ്പം തന്നെ സിവിലിയൻ ആണവ കേന്ദ്രങ്ങളിൽ, വ്യവസായശാലകളിലൊക്കെയും നടന്ന ആക്രമണത്തോടു കൂടി ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം ചർച്ചകൾ സംബന്ധിച്ച് അതിന് വലിയ തിരിച്ചടിയേറ്റു എന്ന റിപ്പോർട്ടുകളാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അവസ്ഥ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ചർച്ചകൾ കൊണ്ട് കാര്യമോ ഏതെങ്കിലും അർത്ഥത്തിൽ അതൊരു പ്രശ്നപരിഹാരത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത കുറവായിരിക്കുമെന്ന മുന്നറിയിപ്പ് വിവിധ മധ്യസ്ഥ രാജ്യങ്ങൾ നൽകുന്നുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ പുതിയൊരു വിമാനവാഹിനി കപ്പൽ കൂടി, ജോർജ് ബുഷ് എന്ന പേരിട്ട കപ്പൽ വെർജീനിയയിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് പുറപ്പെട്ടിരിക്കുന്നത്. വളരെ വൈകാതെ തന്നെ അത് മേഖലയിൽ നങ്കൂരമിടുമെന്ന റിപ്പോർട്ടുകളാണ് അമേരിക്കൻ മാധ്യമങ്ങൾ നൽകുന്നത്. കാരണം നേരത്തെ ജെറാൾഡ് ആർ ഫോർഡ് എന്ന കപ്പലിന് നേരെ വ്യാപകമായിട്ടുള്ള ആക്രമണം ഉണ്ടായിരുന്നു. അതേ തുടർന്ന് ആ കപ്പലിന്റെ വിമാനങ്ങൾ പറന്നുയരുന്ന ലോഞ്ചിങ് പാഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തകരാറിലായി, റഡാർ സിസ്റ്റം തകരാറിലായി. അതേ തുടർന്ന് ആ കപ്പൽ മേഖലയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ എബ്രഹാം ലിങ്കൺ കപ്പലും നേരത്തെ മേഖലയിൽ നിലയുറപ്പിച്ചിരുന്നു. അവിടെ നിന്ന് കപ്പൽ പിന്നീട് പിന്നോക്കം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് തങ്ങളുടെ ആക്രമണത്തെ തുടർന്നാണെന്ന ഒരു അവകാശവാദം ഇറാൻ സേന നടത്തിയിരുന്നു. തുടർന്നാണ് ഇപ്പോൾ മറ്റൊരു വിമാനവാഹിനി കപ്പൽ കൂടി മേഖലയിലേക്ക് കൊണ്ടുവരാനും അതോടൊപ്പം തന്നെയാണ് ഈ ഖാർഗ് ദ്വീപ് പിടിക്കാനുള്ള ഏതൊരു നീക്കവും അതിശക്തമായിട്ടുള്ള രക്തച്ചൊരിച്ചിലിനിടയാക്കുമെന്ന മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് ഇറാൻ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നതും. ഇന്നിപ്പം UAE മാത്രമല്ല, സൗദി അറേബ്യയിൽ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ 15 അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റതായിട്ട് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5 സൈനികരുടെ നില അതീവ ഗുരുതരമാണെന്ന റിപ്പോർട്ടുകൾ കൂടിയാണ് പുറത്തുവരുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇന്നിപ്പം അല്പം മുമ്പ് കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ വ്യാപകമായിട്ടുള്ള ഡ്രോൺ ആക്രമണം നടന്നു. ആ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് വിമാനത്താവളത്തിന്റെ റഡാർ സംവിധാനം പൂർണ്ണമായി തന്നെ തകർന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് കുവൈത്തിൽ നിന്നും പുറത്തുവരുന്നത്. അപ്പോൾ സ്ഥിതിഗതികൾ മഹേഷ് കൂടുതൽ രൂക്ഷമാവുന്ന ഒരു അവസ്ഥയാണുള്ളത്. നേരത്തെയൊക്കെ രൂപപ്പെട്ട ആ ഒരു സമവായ നീക്കങ്ങൾ, മധ്യസ്ഥ നീക്കങ്ങൾ, അതിന് പോലും ഈ പുതിയ ആക്രമണ പരമ്പരകൾ പിന്നെ അതിന് പ്രതികൂലമായിട്ടുള്ള ഒരു അവസ്ഥ കൂടിയാണ് ഇപ്പോൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. മഹേഷ്, ഓക്കെ, MCA, ഇതിന് മുൻപ് നമുക്കറിയാം അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്നത് അമേരിക്കയുടെ പടക്കപ്പലുകളിൽ ഏറ്റവും പേരുകേട്ട കപ്പലുകളിൽ ഒന്നാണ്. ഒപ്പം തന്നെ ജെറാൾഡ് ആർ ഫോർഡ് എന്ന് പറയുന്ന അവരുടെ അത്യാധുനിക സൗകര്യമുള്ള മറ്റൊരു വിമാനവാഹിനി കപ്പൽ കൂടി. അപ്പോൾ ഈ 2 കപ്പലുകൾക്ക് നേരെ ആക്രമണം, അല്ലെങ്കിൽ ഇറാൻ സേനയെ ഭയന്ന് അത് പിന്നോട്ട് പോയൊരു സാഹചര്യമുണ്ട്. അപ്പോൾ പുതിയ കപ്പൽ കൂടി എത്തുമ്പോൾ അതിനെ നേരിടാനുള്ള ഒരുക്കം കൂടി സ്വാഭാവികമായും ഇറാൻ സേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമല്ലോ. അപ്പോൾ അമേരിക്ക അതും മുന്നിൽ കാണുന്നുണ്ടോ? മഹേഷ്, തീർച്ചയായിട്ടും. കാരണം ഈ മേഖലയിൽ നിന്ന് തൽക്കാലം പിന്നോട്ട് പോയെങ്കിൽ പോലും ഇപ്പോൾ എബ്രഹാം ലിങ്കൺ കപ്പലിന് ആ അർത്ഥത്തിലുള്ള ആക്രമണം ഉണ്ടായോ എന്ന് അമേരിക്ക സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ജെറാൾഡ് ആർ ഫോർഡിന് നേരെ വ്യാപകമായിട്ടുള്ള ആക്രമണം നടന്നതായും അത് കപ്പലിന്റെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായിട്ട് ബാധിച്ചതായിട്ടും പെന്റഗൺ തന്നെ റിപ്പോർട്ട് പുറത്തു വിട്ടിരുന്നു. ഇത് വിവിധ അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു സംഭവമാണ്. പക്ഷേ ഇനിയിപ്പം ജോർജ് ബുഷ് പടക്കപ്പൽ, ആ പടക്കപ്പൽ എവിടെയായിരിക്കും നങ്കൂരമിടുക എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഇന്നിപ്പം ഉണ്ടായിരിക്കുന്ന ഒരു പുതിയ സംഭവ വികാസം ഒരുപക്ഷെ ഈ യുദ്ധത്തിന് കൂടുതൽ വ്യാപ്തിയിലേക്ക് കൊണ്ടുവരാൻ പോലും ശേഷിയുള്ള ഒരു സംഭവം എന്നത് ഹൂത്തികൾ കൂടി ഈ യുദ്ധ രംഗത്തേക്ക് വരുന്നു എന്നതാണ്. ഇന്ന് രാവിലെ അവർ ഇസ്രായേലിന് നേർക്ക് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. അത് തങ്ങൾ തന്നെയാണ് അത് നടത്തിയതെന്ന് അല്പം മുമ്പ് ഹൂത്തി വക്താവിന്റെ ഒരു സ്ഥിരീകരണവും വന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചെങ്കടലിലെ ബാബുൽ മന്ദബ് എന്ന കപ്പൽപാത കൂടി പ്രതിസന്ധിയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ആഗോള തലത്തിൽ ചരക്ക്
ഇടപാടുകളെ മാത്രമല്ല സമ്പദ്ഘടനയെയും വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. ഒരുപക്ഷെ സൂയസ് കനാൽ മുഖേനയുള്ള ആ കപ്പൽ പാതയിലേക്ക് പോലും ഈ പ്രതിസന്ധി നീളുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ ഒരുപക്ഷെ ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് ഈ യുദ്ധം കൂടുതൽ വ്യാപ്തിയിലേക്ക് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടു കൂടി ആ മേഖലയിലേക്ക് കൂടി ഹൂത്തികൾക്ക് നേരെ കൂടി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഇനി തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രതിസന്ധി കുറെ കൂടി സങ്കീർണമാകാനുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വളരെ ശക്തമായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തി വരുന്നുണ്ട്. റഷ്യയും ചൈനയും അത്തരം നീക്കങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മധ്യസ്ഥ നീക്കങ്ങൾ വിജയിച്ചിട്ടില്ല എങ്കിൽ ഇത് കുറെ കൂടി വ്യാപ്തിയുള്ള ഒരു യുദ്ധത്തിലേക്ക് മാറുമോ എന്ന ഒരു ആശങ്കയാണ് പൊതുവെ രൂപപ്പെട്ടിരിക്കുന്നത്. മഹേഷ്, MC നാസറാണ് വിവരങ്ങൾ നൽകിയത്.